ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്തുകൂടെ നമ്മളങ്ങനെ ഗെയിമിംഗ് ലോഗോ ഉണ്ടാക്കുന്നൊക്കെ പക്കയായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ കൈൻ മാസ്റ്റർ എടുക്കുക, ഫുള്ളും ബാക്ക് അടിക്കുക, ക്രിയേറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലോഗോയുടെ ഷീൽഡ് എടുക്കുക. ഷീൽഡാണ് ആദ്യം എടുക്കേണ്ടത്. ലോഗോ ക്യാരക്ടർ എനിക്ക് ഷീൽഡാണ് എടുക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഏതെങ്കിലും ഞാൻ ഇപ്പോൾ ആദ്യം ഷീൽഡാണ് എടുക്കാൻ. ഷീൽഡ് എടുത്ത ശേഷം നിങ്ങളുടെ ക്യാരക്ടറും കൂടെ ആഡ് ചെയ്യുക. ക്യാരക്ടറെല്ലാം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് നേരത്തേക്കും മറ്റേ കയ്യിൽ വിരൽ ഇല്ല, അതൊന്നും കുഴപ്പമില്ല, ആരും ശ്രദ്ധിക്കാൻ. ഇനിവേ ഞാൻ ഈ ലോഗോ ഇടാൻ പോകുന്നില്ല. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് എൻ്റെ അകത്ത് കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് വലുതാക്കാൻ പറ്റും, അത് ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് കറക്റ്റ് അതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ നിങ്ങളുടെ ടെസ്റ്റ് എടുക്കുക. ഈ ടെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിക്സൽ ലെവൽ PS ടച്ച് നിങ്ങൾക്ക് ഓണായിട്ട് ക്രിയേറ്റ് എടുക്കാനുള്ളൂ, ഒരു കുഴപ്പമില്ല. അതിന് ശേഷം കറക്റ്റാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്കടിക്കുക. അതിന് മുമ്പ് ജസ്റ്റ് ബ്ലെൻഡിങ്ങിൽ പോയതിന് ശേഷം ജസ്റ്റ് സ്ക്രീൻ കൊടുക്കുക. കാരണം മറ്റേ ടെക്സ്റ്റ് നമ്മുടെ ലോഗോ തന്നെയാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഷോർട്ട് പേസ്റ്റ് ജസ്റ്റ് കറക്റ്റ് 99 അല്ലേ 100 വയ്ക്കുക. കാരണം എനിക്ക് 100 പേസ്റ്റ് വേണ്ട, അത്യാവശ്യം ഭയങ്കരമായിട്ട് പേസ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടം എത്രയാണോ വയ്ക്കുക, വേണമെങ്കിൽ 2 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ജസ്റ്റ് ചെയ്ത് കറക്റ്റായി വന്ന ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തേക്കുക. ഫുൾ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് പറ്റണ അത്രയും ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സേവിങ്. ഓക്കെ, അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, അത്രയും ലൈക്കും ചെയ്യുക. അപ്പം സൗണ്ട് അത്രയും ക്ലിയർ അല്ല കാരണം പനിയുണ്ട്, അതാണ്. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഇതല്ല ഫസ്റ്റ് എടുക്കേണ്ട, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അതാണ് ആദ്യം എടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ടൊന്നും ആഡ് ചെയ്യില്ല. ഓക്കെ, ജസ്റ്റ് അവസാനം ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം വയ്ക്കുക. ഇത് വേണമെങ്കിൽ മതി, ഇത് ഓവറാക്കണമെന്ന് ഞാൻ കുറച്ച് ഓവറായിട്ടാണ് ചെയ്യുന്നത്, ഇത്ര ഓവറാക്കണ്ടെന്ന് വേണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഈ ലോഗോ ഇടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ കൊടുക്കുകയാണ്. ഓക്കെ, സ്ക്രീൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് വീണ്ടും ലെയർ കൊടുക്കുക, മീഡിയം എടുക്കുക, ജസ്റ്റ് വീണ്ടും ആ സാധനം തന്നെ എടുക്കുക. പക്ഷെ അത് കറക്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക. ലോഗോയിലേക്കൂടെ കടന്നു വേണം കറക്റ്റായിട്ട് മുട്ടി വെക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ച ശേഷം അതും ജസ്റ്റ് ബ്ലെൻഡിങ്ങുമായിട്ട് സ്ക്രീൻ തന്നെ കൊടുത്തേക്കുക. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് നമ്മുടെ ലോഗോ. ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പണിയാവും. ഓക്കെ, എൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുക, ഫുൾ ക്വാളിറ്റി തന്നെ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സേവ് ആസ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ട് ലൈക്കും ചെയ്യുക പ്ലീസ് ഗൈസ്. ഇത്രയും വീഡിയോ ഇടണല്ലേ, അതിന് മാത്രം വീഡിയോ ഇട്ടിട്ടില്ല എന്നാൽ. ഓക്കെ, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, ശേഷം ലെയർ പോവുക. ഈ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സൂം ചെയ്ത് വെച്ചേക്കാം, കാരണം ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ്. ജസ്റ്റ് ലെയർ കൊടുക്കുക. ഇവിടെ ലെയർ ഓപ്ഷൻ ഉണ്ടല്ലോ, പക്ഷെ അവിടെ ജസ്റ്റ് മീഡിയ കൊടുക്കുക. നമ്മൾ നേരത്തെ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് എടുക്കുക. ഓക്കെ, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കാണും, അത് പേടിക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് മാറ്റാമെന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ നിങ്ങൾ ജസ്റ്റ് ബ്ലെൻഡിങ്ങിൽ പോവുക, ജസ്റ്റ് സ്ക്രീൻ കൊടുക്കുക. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വലുതാക്കാൻ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞു തന്നല്ലോ, അതുപോലെ ജസ്റ്റ് വലുതാക്കി വയ്ക്കാം. അതിന് ശേഷം ഓക്കെ ഒന്ന് കറക്റ്റ് വയ്ക്കുക ഗൈസ്. ഓക്കെ, കറക്റ്റ് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും